ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SCRT ചാപ്റ്റർ വൈസ് ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 11ാമത്തെ ചാപ്റ്ററാണ് സമൂഹ ജീവിതത്തിലെ വൈവിധ്യം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കിക്കേ, ഇവിടെ എന്താ കാണുന്നത്? 3 ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഈ 3 ചിത്രങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇവ ഏതെല്ലാം ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്? ഏതൊക്കെയാണ്? ഒന്ന് ഗ്രാമപ്രദേശം കാണിച്ചിട്ടുണ്ട്, രണ്ടാമത് ഗോത്ര സമൂഹം കാണിച്ചിട്ടുണ്ട്, മൂന്നാമത് നഗരജീവിതവും കാണിച്ചിട്ടുണ്ട് അല്ലേ? കേരള സമൂഹത്തിലെ 3 ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഈ ചിത്രങ്ങൾ അവരുടെ ദൈനംദിന ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഓക്കെ, ഇത്തരം വ്യത്യസ്ത ചുറ്റുപാടുകളും ജീവിത രീതികളുമുള്ള ജനവിഭാഗത്തെക്കുറിച്ച് ഒരു അന്വേഷണമായാലോ? അപ്പം നമ്മൾ ഈ സമൂഹങ്ങളെക്കുറിച്ചാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അതുവഴി നമുക്ക് സമൂഹത്തിന്റെ വൈവിധ്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ സമൂഹത്തിന്റെ വൈവിധ്യമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, നമ്മൾ ആദ്യം നോക്കുന്നത് ഗോത്ര സമൂഹത്തെ കുറിച്ചാണ്. ഇവിടെ നോക്കാം, ഈ ഒരു ചിത്രം എന്താണ്? ഗോത്ര സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് കാണിച്ചേക്കുന്നത്. ഗോത്ര സമൂഹങ്ങൾക്ക് തനതായ ജീവിത രീതികളുണ്ട്. നമ്മുടെ ദേശത്തെ ആദ്യകാല സമൂഹങ്ങളുടെ പിന്മുറക്കാരാണിവർ. ഇന്ന് ഇവരിൽ ഭൂരിഭാഗം പേരും പൊതുവെ കാടുകളിലോ കുന്നിൻമുകളിലോ ഉൾപ്രദേശങ്ങളിലോ ഒറ്റപ്പെട്ട താഴ്വരകളിലോ താമസിക്കുന്നുവെന്ന് മാത്രം. നോക്കിക്കേ, ചില ഗോത്രവർഗങ്ങളുടെ പേരിവിടെ പറഞ്ഞേക്കുന്നത് പണിയർ, കുറിച്യർ. നമ്മുടെ കേരളത്തില് 35 ഗോത്ര സമൂഹങ്ങളുണ്ട്. അവയുടെ പേര് ഞാനൊന്ന് വായിക്കാം. അടിയാൻ, അരണ്ടൻ, ഇരവാലൻ, പുലയൻ, ഇരുളൻ അല്ലെങ്കിൽ ഇരുളർ, കാടർ, കമ്മാറ, കാണിക്കാരൻ അല്ലെങ്കിൽ കാണിക്കാർ, കാട്ടുനായ്ക്കൻ, കൊച്ചുവേലൻ, കൊണ്ട കപ്പൂസ്, കൊണ്ടറെഡ്ഡി, കൊറക, മന്നാൻ, മറാഠി, മുതുവാൻ അല്ലെങ്കിൽ മുടുകർ അല്ലെങ്കിൽ മുടുവൻ, പളയ്യൻ, പള്ളിയൻ, കൊട, കുടിയ അല്ലെങ്കിൽ മേലക്കുടി, കുറിച്ചിയൻ, കുറുമൻ, കുറുമ്പൻ, മഹാമലസർ, മല അരയൻ, മലപ്പണ്ടാരം, മലവേടൻ, മലക്കുറവൻ, മലസർ, മലയൻ, മല അരയർ, പള്ളിയാർ, പണിയൻ, ഉള്ളാടൻ, ഊരാളി. ഓക്കെ, അപ്പോൾ ഈ 35 എണ്ണം എന്ന് പറയുന്നത് 1981 സെൻസസും 1991 സെൻസസും അംഗീകരിച്ച ഒരു പട്ടികയിലെ പേരാണ് ഞാൻ വായിച്ചത്. ഇനി നോക്കിക്കേ, ഗോത്രം. ഗോത്രം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പൊതുപ്രദേശത്ത് താമസിക്കുകയും തനത് ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ജനവിഭാഗമാണ് ഗോത്ര സമൂഹം. എന്താണ്? ഒരു പൊതുപ്രദേശത്ത് താമസിക്കുകയും തനത് ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ജനവിഭാഗമാണ് ഗോത്ര സമൂഹം. അവർ സവിശേഷമായ ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നു. ഓക്കെ, ഇവിടെ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഗോത്ര സമൂഹങ്ങൾ 1976 ഭേദഗതി ചെയ്ത പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായി 35 ഗോത്ര സമൂഹങ്ങളുണ്ട്. പല ജില്ലകളിൽ ചിതറിക്കിടക്കുന്ന പണിയറാണ് എണ്ണത്തിൽ കൂടുതൽ. നോക്കിക്കേ, ഗോത്ര സമൂഹത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന്. ഗോത്രവർഗത്തിൽ പെടുന്നവർ പൊതുവെ മലയോരങ്ങളിലോ വനങ്ങളിലോ കുന്നിൻമുകളിലോ ഒറ്റപ്പെട്ട് കിടക്കുന്ന താഴ്വരകളിലോ ആണ് താമസിക്കുന്നത്. ഓരോ ഗോത്ര സമൂഹവും ഒരിടത്ത് കൂട്ടമായി ജീവിക്കുന്നു. മറ്റു സമൂഹങ്ങളിൽ നിന്ന് വേറിട്ട ജീവിതമാണ് അവർ നയിക്കുന്നത്. വനവിഭവങ്ങൾ ശേഖരിച്ചും പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്തുമാണ് ഗോത്ര സമൂഹങ്ങൾ ജീവിക്കുന്നത്. ഇവർക്കിടയിൽ പലരും പരമ്പരാഗത കുലത്തൊഴിലുകൾ ചെയ്യുന്നവരാണ്. ഓരോ ഗോത്ര സമൂഹത്തിനും അവരുടേതായ ഭാഷയുണ്ട്. ഇവ തനതായ ലിപികളില്ലാത്ത സംസാര ഭാഷയാണ്. കേരളത്തിലെ മലയ സമൂഹം ഉപയോഗിക്കുന്ന ചില പദങ്ങളാണ്. നോക്കിക്കേ, വേണ്ടിയാരെന്ന് പറഞ്ഞാൽ ഭാര്യ, വേത്താരെന്ന് പറഞ്ഞാൽ ഭർത്താവ്, അപ്പൻ അച്ഛൻ, പേപ്പൻ അപ്പൂപ്പൻ, മോളാര് മകൾ, മോനാര് മകൻ, ആച്ചി ചേച്ചി, ചാട്ടൻ ജ്യേഷ്ഠൻ. ഓക്കെ, ഗോത്ര സമൂഹങ്ങൾക്ക് അവരുടേതായ സവിശേഷ ജീവിത രീതിയുണ്ട്. പ്രകൃതിയോട് ഇണങ്ങി കഴിയുന്നവരാണവർ. അവരുടെ
സാമൂഹിക ജീവിതം രൂപപ്പെടുത്തുന്നതിൽ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾക്ക് സുപ്രധാന പങ്കുണ്ട്. നോക്കിക്കേ, ഇവിടെ 3 ചിത്രം കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ എന്താണ്? നമുക്കറിയാം, അത് വേട്ടയാടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ. രണ്ടാമത്തെ എന്താണ്? നമ്മൾ ചില ഷോർട്സിലൊക്കെ കണ്ടിട്ടില്ലേ, യൂട്യൂബിലൊക്കെ. എന്താണ് അത്? മീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഒറ്റാലാണ്, അല്ലെങ്കിൽ ഫലങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനത്തെ ഉപയോഗിച്ച് കാണാറുണ്ട്. പിന്നെന്താണ്? അമ്പും വില്ലുമാണ് കാണിച്ചേക്കുന്നത്. ഗോത്ര സമൂഹങ്ങൾ അവരുടെ ചരിത്രമോ അറിവുകളോ എഴുതി വെക്കാറുണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞായിരുന്നു, അവർക്ക് ലിപികളില്ലാത്ത സംസാര ഭാഷയാണെന്നല്ലേ. അതുകൊണ്ട് തന്നെ ഗോത്ര സമൂഹങ്ങളുടെ നാട്ടറിവുകളോ നാടൻ പാട്ടുകളോ ഐതിഹ്യങ്ങളോ മറ്റുള്ളവർക്ക് പൊതുവെ പരിചിതമല്ല. അവരുടെ കലാരൂപങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റങ്ങളോടെയാണെങ്കിലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. നോക്കിക്കേ, ഇവിടെ കേരളത്തിലെ ഒരു ഗോത്ര വിഭാഗമായ മലവേടരുടെ ഒരു പ്രകൃതിഗീതമാണ് തന്നേക്കുന്നത്. ഇതൊന്ന് പോസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വായിക്കുക. ഓക്കെ, നോക്കിക്കേ, ഗോത്ര സമൂഹങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം എങ്ങനെ അറിയപ്പെടുന്നത്? ഊരെന്ന് അറിയപ്പെടുന്നു. നമുക്കെല്ലാവർക്കും ഓർമ്മ വരുന്ന ഫിലിം ഏതാണ്? ബാംബു ബോയ്സ് എന്ന് പറഞ്ഞ ഫിലിമില്ലേ. ഓരോ ഊരിനും ഒരു നേതാവ് ഉണ്ടാകും. അദ്ദേഹത്തെ ഊരുമൂപ്പൻ എന്ന് ആദരവോടെ വിളിക്കുന്നു. ഊരിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് മൂപ്പനോ മൂപ്പനടങ്ങുന്ന മുതിർന്ന അംഗങ്ങളുടെ ഒരു സമിതിയോ ആയിരിക്കും. വിവാഹം, തർക്കങ്ങൾ, അനുഷ്ഠാന മുറകൾ എന്നിവയിലെല്ലാം തീരുമാനമെടുക്കാൻ മൂപ്പനോ മുതിർന്ന സമിതിക്കോ പരമാധികാരം ഉണ്ടായിരിക്കും. ഓക്കെ, നോക്കിക്കേ, രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് ഗ്രാമസമൂഹമാണ്. ഇവിടെ എന്താ പറയുന്നത്? 11 വയസ്സുകാരിയായ മീന വരച്ച ചിത്രമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇവിടെ എന്താണ് അവൾ പ്രമേയമാക്കിയിട്ടുള്ളത്? അവളുടെ സ്വന്തം ദേശമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒരു ഗ്രാമപ്രദേശത്തെ ചിത്രമാണ് അവൾ വരച്ചേക്കുന്നത്. അവള് ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത് അല്ലേ. ഇവിടെ കുട്ടികളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെന്താണ്, ഇവിടെ കുട്ടികളിരുന്ന് പഠിക്കുന്നതൊക്കെ കാണാം. പിന്നെ അതിമനോഹരമായ ഒരു ഗ്രാമമാണ് കാണിച്ചേക്കുന്നത്. അതോടൊപ്പം എന്താണ്, നെല്ല് മെതിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. ഓക്കെ, ഇവിടുത്തെ ജനങ്ങൾ തമ്മിൽ നല്ലൊരു ഐക്യത്തോടെയാണ് ജീവിക്കുന്നത്. ശരി, പരമ്പരാഗത ഗ്രാമസമൂഹത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് പരസ്പരം അടുത്തറിയാം. അവർ തമ്മിൽ നല്ല അടുപ്പം ഉണ്ടായിരിക്കും. ഗ്രാമീണരുടെ വേഷം ലളിതമായിരിക്കും. ജീവിത രീതികൾ സങ്കീർണമല്ല. കൃഷിയും അനുബന്ധ തൊഴിലുകളുമാണ് പരമ്പരാഗത ഗ്രാമ സമൂഹങ്ങളിൽ മുഖ്യം. കൈത്തൊഴിലുകൾ, കന്നുകാലി വളർത്തൽ, കരകൗശല വസ്തു നിർമ്മാണം തുടങ്ങിയവയും ഗ്രാമീണരുടെ ഉപജീവന മാർഗങ്ങളാണ്. പരമ്പരാഗത ഗ്രാമങ്ങളിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു. പല ഗ്രാമീണ കൂട്ടുകുടുംബങ്ങൾക്കും അവരുടേതായ കുലത്തൊഴിൽ ഉണ്ടായിരുന്നു. അയൽപക്ക ബന്ധത്തിന് ഗ്രാമം പ്രാധാന്യം നൽകുന്നു. സുഖത്തിലും ദുഃഖത്തിലും അവർ ഒത്തുചേരുന്നു. ചടങ്ങുകളിലും ഉത്സവങ്ങളിലും പൊതുവെ എല്ലാവരും പങ്കെടുക്കുന്നു. ഗ്രാമീണർ പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നു. ഉത്സവങ്ങൾക്ക് ഗ്രാമീണ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കൊയ്ത്തുത്സവങ്ങൾ ഗ്രാമത്തിലെ ഒരു പ്രധാന ആഘോഷമായിരുന്നു. നോക്കിക്കേ, ഗ്രാമങ്ങളിൽ നിലനിന്നിരുന്ന ചില തൊഴിലുകൾ കണ്ടെത്താനാകുമോ? നമുക്കറിയാം, എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൺപാത്ര നിർമ്മാണം, പിന്നെന്താണ്, കൃഷി ഉണ്ടായിരുന്നു, പിന്നെന്താണ്, കച്ചവടം, മീൻപിടുത്തം, കന്നുകാലി വളർത്തൽ തുടങ്ങിയ ജോലികളൊക്കെ ഉണ്ട്. പിന്നെന്താണ്, ഇന്ത്യ ഇന്നും ഗ്രാമങ്ങളുടെ നാടാണ്. എന്നാൽ പല ഗ്രാമങ്ങളും പട്ടണങ്ങളായും നഗരങ്ങളായും മാറുന്നുണ്ട്. പഴയകാല ഗ്രാമങ്ങളുടെ സവിശേഷതകൾ ഇല്ലാതാകുന്നതും കാണാനാകും. ശരിയല്ലേ? മാറുന്ന ഗ്രാമങ്ങൾ. ഗ്രാമങ്ങൾക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാനാവുന്നുണ്ടോ? നമുക്കറിയാം, ഇന്ന് നമ്മൾ ബിസി ലോകത്താണ് ജീവിക്കുന്നത് അല്ലേ. ഇന്ന് നമ്മൾ ചുറ്റുപാടും ആരും തമ്മിൽ അങ്ങോട്ട് അറിയാനോ പഴയതുപോലെ കുട്ടികൾ ഇറങ്ങി നടന്ന് കളിക്കാനോ ഒന്നും തയ്യാറാവുന്നില്ലല്ലോ. ഇപ്പോൾ എന്താണ്, ഗ്രാമങ്ങളെല്ലാം പട്ടണങ്ങളായി മാറുകയാണ് അല്ലേ. ഗ്രാമങ്ങളിൽ പലതും പഴയ രൂപത്തിൽ തന്നെ നിലകൊള്ളുന്നില്ല. ഗ്രാമങ്ങൾ പട്ടണങ്ങളായും പട്ടണങ്ങൾ നഗരങ്ങളായും ചില നഗരങ്ങൾ വൻ നഗരങ്ങളായും മാറുന്നു. നഗരം ഗ്രാമങ്ങളിലുള്ളവരെ തൊഴിൽ, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിലൂടെ ആകർഷിക്കുന്നു. മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, ബംഗളൂരു, കൊച്ചി തുടങ്ങിയ നഗരങ്ങളിലേക്ക് വ്യാപകമായ കുടിയേറ്റമാണ് നടക്കുന്നത്. ഇപ്പോൾ മനുഷ്യർക്കൊക്കെ എന്താണ്,
നഗരങ്ങളിൽ പോയി താമസിക്കാനാണ് ഇഷ്ടം. ആരും ഗ്രാമപ്രദേശത്ത് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? നോക്കിക്കേ, ലാസ്റ്റിലത്തേത് നഗരസമൂഹം. ഇവിടെ 6ാം ക്ലാസ്സുകാരിയായ ഷീന സുഹൃത്തായ അർച്ചനയ്ക്ക് അയച്ച കത്താണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. പ്രിയപ്പെട്ട അർച്ചനയ്ക്ക്, ഞാൻ ഈ കത്ത് എഴുതുന്നത് ബംഗളൂരു നഗരത്തിൽ നിന്നാണ്. ഇന്ന് ബംഗളൂരു ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാന നഗരമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ അരനൂറ്റാണ്ട് കൊണ്ടാണത്രേ ഈ പ്രദേശം ഇങ്ങനെ ഒരു വൻ നഗരമായി മാറിയത്. ചുരുങ്ങിയ കാലം കൊണ്ട് മഹാനഗരമായി തീർന്ന ഒരു പ്രദേശമാണിത്. എവിടെയും ആകാശം കുത്തിത്തുളയ്ക്കുന്ന കെട്ടിടങ്ങളാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? അത്രയ്ക്കും പൊക്കത്തിൽ കെട്ടിടങ്ങളാണ് അവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. കോൺക്രീറ്റ് കാടുകൾ എന്ന് വൻനഗരങ്ങളെ വിളിക്കുന്നത് എത്ര ശരിയാണ്. എന്തുകൊണ്ടാണ്? അവിടെ പച്ചപ്പൊന്നുമില്ല. മൊത്തം എന്താണ്? മൊത്തവും കെട്ടിടങ്ങളാണ്. കെട്ടിടങ്ങളുടെ താഴെ നിന്ന് നോക്കിയാൽ മേലെ അറ്റം കാണാനാവില്ല. അത്രയ്ക്കും വലുതാണെന്നാണ് പറയുന്നത്. നിരത്തുകളിലധികവും 2 വരി പാതകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഹനങ്ങൾ ഓരോ പാതയിലൂടെയും പോകുന്നു. നിരമുറിയാതെ വാഹനങ്ങളുടെ ഒഴുക്കാണ് ഏതു നേരത്തും. അതുകൊണ്ട് തന്നെ എവിടെ നിന്നും റോഡ് മുറിച്ചു കടക്കാൻ പറ്റില്ല. വെള്ളവരയിട്ട ഇടങ്ങളിൽ സിഗ്നൽ വെളിച്ചം നോക്കിയേ നിരത്ത് മുറിച്ചു കടക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ കഥ കഴിയും. വാഹനങ്ങളുടെ ആധിക്യം ഇവിടെ പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്നു. വാഹനങ്ങളും ഫാക്ടറികളും ശുദ്ധവായു ഇല്ലാതാക്കുന്നുണ്ട്. ശുദ്ധജലക്ഷാമവും ബംഗളൂരുവിലെ മുഖ്യ പ്രശ്നങ്ങളിലൊന്നാണ്. അപ്പോൾ നഗരങ്ങളിലെ വലിയ പ്രശ്നങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അല്ലേ? വായു മലിനീകരണം, അതുപോലെ തന്നെ ജലത്തിൻ്റെ ബുദ്ധിമുട്ടും അല്ലേ? നഗരത്തിൽ ഫ്ലാറ്റുകളെ കാണാനുള്ളൂ. വലിയ വില്ലകളിലും ഫ്ലാറ്റുകളിലുമാണ് പലരും കഴിയുന്നത്. ഒരു ഫ്ലാറ്റിൽ 200ഓളം കുടുംബങ്ങൾ കഴിയുന്നുണ്ട് എന്നാണ് പറഞ്ഞ് കേൾക്കുന്നത്. വലിയ കോളേജുകളും സ്കൂളുകളും ധാരാളം. ബാംഗ്ലൂരു നഗരത്തിൽ പാർക്കുകളും പൂന്തോട്ടങ്ങളുമുണ്ട്. കാഴ്ച ബംഗ്ലാവും മ്യൂസിയങ്ങളും എത്ര കണ്ടാലും മതിയാവില്ല. അതിന് പോസിറ്റീവ് വശമുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് വശമുണ്ടെന്നാണ് പറയുന്നത്. സത്യത്തിൽ ഈ നഗരത്തിൽ ഇനിയും കുറേ നാളുകൾ ചുറ്റിക്കറങ്ങാനാണ് തോന്നുന്നത്. എന്താ അർച്ചന, വരുന്നോ? അപ്പോൾ നമുക്കെങ്ങനെയാണ് നല്ല കാഴ്ചകളോടെ കാണാനുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഭൂമിക്ക് നാശമായ കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, നോക്കിക്കേ, ഇവിടെ നഗരങ്ങളുടെ സവിശേഷതകൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? വൈവിധ്യങ്ങളുടെ കേന്ദ്രമാണ്, പലവിധ തൊഴിലുകളുടെ ദേശമാണ്, വലിയ കെട്ടിടങ്ങളുടെ കേന്ദ്രമാണ്, നാഗരിക ജീവിത രീതികൾ, കൂടുതൽ ജനസാന്ദ്രത, ചേരി പ്രദേശങ്ങൾ. വൈവിധ്യങ്ങളുടെ കേന്ദ്രം എന്ന് പറയുന്നത് പല ഭാഷകൾ സംസാരിക്കുന്നു, പല വേഷങ്ങൾ അണിയുന്നു, വിവിധ ഭക്ഷണ രീതികൾ പിന്തുടരുന്നു. പല തൊഴിലുകളുടെ ദേശം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വ്യവസായത്തോടും വ്യാപാരത്തോടും ബന്ധപ്പെട്ട തൊഴിലുകളുണ്ട്. തൊഴിലുകൾ വിവിധ സാമ്പത്തിക സാമൂഹിക വർഗങ്ങളെ ഉണ്ടാക്കുന്നു. തൊഴിൽ സംഘടനകൾ രൂപം കൊള്ളുന്നു. വലിയ കെട്ടിടങ്ങളുടെ കേന്ദ്രമാണ്. ഫ്ലാറ്റുകളുണ്ട്, മാളുകളുണ്ട്, സൂപ്പർ മാർക്കറ്റുകളുണ്ട്, ബംഗ്ലാവുകളുണ്ട്. നാഗരിക ജീവിത രീതികൾ, ഫാഷനുകൾ, ആധുനിക ജീവിത രീതികൾ, വൈവിധ്യപൂർണമായ ജീവിത രീതികൾ. നഗരത്തില് എന്താണ്? വിവിധ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ആ കത്ത് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായല്ലേ എന്തൊക്കെയാണ്? നഗരത്തിലെ ഗതാഗതക്കുരുക്കിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. വാഹനങ്ങളുടെ ആധിക്യം എന്തിന് കാരണമാകും? വായു മലിനീകരണത്തിന് കാരണമാകുന്നു. അത് പല രോഗങ്ങൾക്കും വഴിയൊരുക്കുന്നു. നഗരത്തിൽ പലവിധ സൗകര്യങ്ങൾ ഉണ്ടെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ കണ്ടായിരുന്നു, ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനും അതുപോലെ തന്നെ ഒരുപാട് സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. എന്നാൽ നഗരജീവിതം ചിലർക്ക് എന്താണ്? ദുഷ്കരമാണ്. സുഖസൗകര്യങ്ങളിൽ ജീവിതം ആഘോഷിക്കുന്നവരും ചേരികളിലും തെരുവോരങ്ങളിലും കഴിയുന്നവരും നഗരത്തിലുണ്ട്. നഗരത്തിലെ പല പ്രശ്നങ്ങളും എല്ലാവരെയും ബാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നഗരത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്? ചിട്ടയോടെയുള്ള ആസൂത്രണം, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ, പാർപ്പിട നയം, ജീവിതം സുഗമമാക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ. നോക്കിക്കേ, പാഠഭാഗത്തെ ക്രോഡീകരിച്ചേക്കുവാണേ. ഭൂരിഭാഗം ഗോത്ര സമൂഹങ്ങളും മലയോരങ്ങളിലോ മറ്റ് ഉൾപ്രദേശങ്ങളിലോ ആണ് ജീവിക്കുന്നത്. ഗോത്ര സമൂഹത്തിന് തനതായ സംസ്കാരവും ജീവിത രീതിയുമുണ്ട്. ഗോത്ര സമൂഹത്തിന്റെ ഭാഷയും സംസ്കാരവും വാമൊഴിയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നവയാണ്. അവരെഴുതി വെക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത്? ഗ്രാമത്തിന്റെ സവിശേഷതകളാണ് പ്രാഥമിക ബന്ധം, കൃഷിയിൽ അധിഷ്ഠിതമായ തൊഴിലുകൾ, കുടുംബ അയൽപക്ക ബന്ധങ്ങളുടെ പ്രാധാന്യം, ആഘോഷങ്ങളുടെ സ്വാധീനം തുടങ്ങിയവ. സാമൂഹിക വൈവിധ്യം, തൊഴിൽ വിഭജനം, സാമൂഹിക ചലനക്ഷമത എന്നിവ നഗര സമൂഹത്തിന്റെ പ്രത്യേകതകളാണ്. ചേരികൾ, മലിനീകരണം, ഗതാഗതക്കുരുക്ക് തുടങ്ങിയവയാണ് നഗര സമൂഹം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. ചിട്ടയോടെയുള്ള ആസൂത്രണത്തിലൂടെ നഗരത്തിലെ മിക്ക പ്രദേശങ്ങളും
പരിഹരിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ചാപ്റ്ററാണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.